Hi friends, എല്ലാവർക്കും പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോഷൻ സെൻസർ ലൈറ്റ് ആണ്. അതായത് മൂവ്മെന്റിനെ ബേസ് ചെയ്ത് കത്തുന്ന ലൈറ്റ്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിന് നമുക്ക് വേണ്ടത് ഒരു 5 വോൾട്ടിൻ്റെ റിലേ, ഒരു 1K റെസിസ്റ്റൻസ്, ഒരു IN407, ഒരു Bc547, പിന്നെ ഒരു PIR സെൻസർ. ഇത് PIR സെൻസർ. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പിൽ കൂടി ഒരു ജീവനുള്ള സാധനം നീങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കണം. അതായത് ഔട്ട്പുട്ടിൽ കൂടി സിഗ്നൽ വരും. പിന്നെ ജീവനുള്ള വസ്തു ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യൂല. ഇതിന് 3 പിന്നുണ്ടാവും. ഒരു VCC, ഒരു ഗ്രൗണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ജമ്പർ കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഒരെണ്ണത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ട്രിഗർ കിട്ടാൻ, ഒരെണ്ണത്തിൽ ഒരാശം ട്രിഗർ കിട്ടാൻ. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ 2 പൊട്ടൻഷ്യോമീറ്റർ കാണാൻ പറ്റും. PIR സെൻസറിൻ്റെ വർക്കിംഗ് വോൾട്ട് 4.8 വോൾട്ട് മുതൽ 20 വോൾട്ട് വരെയാണ്. ഇതിൻ്റെ PIR സെൻസറിൽ 2 പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടാവും. ഒരെണ്ണം ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് PIR സെൻസറിന് എത്ര ദൂരമുള്ള ഒബ്ജക്റ്റാണ് ഡിറ്റക്ട് ചെയ്യേണ്ടതെന്ന്. ഇത് മാക്സിമം 10 മീറ്റർ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഡിലേ സെറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടാവും. അത് നമുക്ക് 5 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 എക്സ്ട്രാ കമ്പോണൻറ്റ് വേണമെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നമുക്ക് LDR സോൾവ് ചെയ്യാൻ പറ്റും, അടുത്തതിൽ നമുക്ക് തെർമിസ്റ്റർ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് PIR സെൻസർ രാത്രി മാത്രം വർക്ക് ചെയ്യണ രീതിയിലാക്കണമെങ്കിൽ PIR സെൻസറിൽ ഒരു LDR കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് രാത്രി മാത്രം വർക്ക് ചെയ്തോളും. PIR സെൻസറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വെച്ച് ഒരു ഉപകരണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു റിലേ കണക്ട് ചെയ്യും. ഇതാണ് റിലേൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി നമുക്ക് നേരെ സോൾഡിംഗ് വർക്കിലേക്ക് കിടക്കാം. ഇനി നമുക്ക് റിലേ PIR സെൻസറിലേക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞ്, കൂടാതെ ഞാൻ റിലേൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ബസർ കണക്ട് ചെയ്ത്, ബസറിൻ്റെ PIR സെൻസറിൻ്റെ ഫ്രണ്ടിൽ കൂടി എന്തെങ്കിലും ഒബ്ജക്റ്റ് പോകണമെങ്കിൽ ബസർ അലാറം അടിക്കും. റിലേൻ്റെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ നമ്മളൊരു ബൾബാ കൊടുക്കണമെങ്കിൽ ലൈറ്റ് കത്തും. സെൻസറിന് പിന്നെ 5 വോൾട്ട് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പഴയ ഫോൺ ചാർജറിൻ്റെ അകത്തുള്ള SMBS പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ബസറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. SMBSൻ്റെ ഔട്ട്പുട്ട് വെച്ചാണ് മോഡ്യൂൾ വർക്ക് ചെയ്യണത്. മോഡ്യൂൾ ഓൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ഏകദേശം 1 മിനിറ്റത്തോളം ബസർ അടിച്ചുകൊണ്ടിരിക്കും. ആ സമയം വരെ മോഡ്യൂൾ കാലിബ്രേഷൻ ചെയ്യണേക്കോളൂ. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ കൂടി പോകണ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അലാറം അടിക്കും. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ 1 മിനിറ്റത്തോളം ഇനി അലാറം അടിക്കും. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴുണ്ടാക്കിയ സർക്യൂട്ട് മുഴുവൻ ഞാനൊരു കേസിലേക്ക് ആക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തൊരു ട്യൂബ് ലൈറ്റിലേക്കാണ് ഇത് കണക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ കേസിലാക്കിയതിന് ശേഷം നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളുണ്ടാക്കിയ സർക്യൂട്ട് മുഴുവൻ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. സർക്യൂട്ടിൽ കാണിച്ച സ്വിച്ച് ഇതാണ്. ഇതിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് വെച്ചാൽ, ഈ സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇടണമെങ്കിൽ LED ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കത്തും. ഓഫ് ചെയ്യണമെങ്കിൽ സെൻസർ വഴി മാത്രമേ കത്തുള്ളൂ. ഇനി നമുക്കിത് ബദൽമ ഫിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളുണ്ടാക്കിയ യൂണിറ്റ് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ കണക്ട് ചെയ്ത LED ട്യൂബ് ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.